ഹായ് ഹായ് ഇതാണ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ. ഹായ്, ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ കേട്ടോ. ഫസ്റ്റ് ലോങ് വീഡിയോ തന്നെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്ന എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ശോഭ സിറ്റി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ. കാലത്ത് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 10 മണിക്ക് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. 9:30 ആയപ്പോഴേക്കും ഇറങ്ങി. ഇതേ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് മക്കളുടെ 2 പേരെയും ഫുഡൊക്കെ കഴിപ്പിച്ചു. ഇതേ സനീഷേട്ടന് കഴിച്ചു, ഞാനും കഴിച്ചു. ഇതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബാക്ക് സൈഡിൽ കൂടെ ആയിട്ട് ഇറങ്ങുന്നത്. മോളൊക്കെ വണ്ടിയിൽ കയറിയിട്ട് ബാ 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 പറഞ്ഞ വിളിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ശോഭ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിലുള്ള മാളിട്ട അതിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു സിനിമ കാണാം. പിന്നെ ശിവദേവ് എപ്പോഴും പറയും കുറേ നാളായില്ല പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഗെയിം കളിക്കുന്നൊക്കെ. കുറേ നാളൊന്നും ആയിട്ടില്ല പോയിട്ട്. അവനെ ഇങ്ങനെ പറയും. അപ്പോൾ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഫ്രീ ആയപ്പോൾ പോവാന്ന് വിചാരിച്ചു. അതേ നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടോ. തൃശ്ശൂർ കഴിഞ്ഞ് എത്താറായി. ശോഭ സിറ്റി എത്താറായി. ശോഭ സിറ്റി എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ശിവദേവ് എത്തിച്ച് നോക്കുകയാണ്. കണ്ട ശോഭ സിറ്റി എത്തിയിട്ടാ. നമ്മളിനി യൂട്ടൺ തിരിഞ്ഞിട്ട് വേണം അങ്ങോട്ടായിട്ട് കയറാൻ. ശോഭ സിറ്റി ഇതേ കണ്ട പിന്നെ വലിയൊരു ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ശോഭ സിറ്റി എന്നൊക്കെ. നമ്മളത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതിലേക്ക് കയറി ഇവിടെ നല്ല വ്യൂ ആട്ടാ. ഇതിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. 2 സൈഡിൽ കൂടെ നടക്കാനുള്ള പാതയൊക്കെ ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലൊക്കെ വലിയ വലിയ വീടുകളൊക്കെയാണ്. വീട് അല്ല ഇതിന് പറയാം, വില്ല. വലിയ വില്ലകളുണ്ട്. ഇതിന് നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ട് ഇത് എത്രയും ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ മാളിലേക്ക് കയറാനായിട്ട്. നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോകുന്നില്ല, ഫ്രണ്ടിലേക്ക് പോകണില്ല. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് മേലേക്ക് പോവുക. അങ്ങനെയാണ് ചെയ്യാറ്. അത് കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കാൻ കിട്ടിയില്ല, വീഡിയോയിൽ ഇട്ടിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ കാശ് കൊടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. നേരെ ലിഫ്റ്റിലേക്ക് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ പോയി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ലച്ചുമോള് മുഖത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓടി മിഠായിൻ്റെ അടുത്ത് കിടപ്പത്. ഇവിടെ നല്ല ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ. ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ സനീഷേട്ടൻ ചോദിക്കുന്നുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിഞ്ഞാൽ വെള്ളത്തിൽ കുറേ മീനുകളൊക്കെ ഇട്ട് വെച്ച സംഭവം കണ്ടു കേട്ടോ. അതിലിങ്ങനെ നമ്മളെ കാലിട്ടിരിക്കുക. കാലിൽ വന്നത് മീനുകൾ പിടിക്കും എന്നാണ് സംഭവം. ലച്ചുമോൾ കണ്ട വഴി അതിലൊക്കെ കൈയിട്ട് നോക്കണം. ശിവദേവിനെ നമ്മൾ കയറ്റിയിരുത്തിയിട്ടുണ്ട്. കയറ്റിയിരുത്തിയപ്പോൾ തന്നെ മീൻ കടിക്കണമെന്ന് പറഞ്ഞിട്ട് കാല് പൊക്കി വെച്ചേക്കാണ്. ലച്ചുമോൾ അതിൽ കൈയുടെ ഓടിയിട്ട് എന്ത് ചെയ്തെന്നറിയാം. അവളെ ഷൂ ഒക്കെ വെച്ചിട്ട്
അതിലിരുത്താൻ പോവാണ് അവള്. അതിൽ കാല് വെക്കാൻ പോവാണ്. മീൻ കൊത്തിയിട്ട് അവനിറങ്ങിയിട്ട് ഞാൻ അതിലേക്ക് എന്തായാലും കാശ് കൊടുത്തത്. അപ്പോൾ അവൻ അതിലിരിക്കണില്ല. 210 രൂപ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ കാശൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ. ജീപ്പ്, ട്രെയിൻ, ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. ട്രെയിനിൽ വലിയ ആൾക്കാർക്കും കയറാം കേട്ടോ. എന്നിട്ട് അതങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരും. ആ മാള് ഫുള്ളില്ല, ആ ഫ്ലോർ മാത്രം കേട്ടോ. നമ്മൾ ഈ ജീപ്പിൽ ലച്ചുമള കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഈ ജീപ്പിൽ ഒരാൾക്ക് കയറാനായിട്ട് 100 രൂപ കേട്ടോ. അത് 100 രൂപ കൊടുത്ത് നമ്മൾ 3 റൗണ്ട് ചുറ്റാം. ഫസ്റ്റ് റൗണ്ടൊക്കെ ആയപ്പോൾ ലച്ചുമൾക്ക് നല്ല സന്തോഷമായിരുന്നു. ചിരിച്ചുകൊണ്ടൊക്കെ പോയി. പിന്നെ സെക്കൻഡ് റൗണ്ടൊക്കെ ആയപ്പോഴേക്കിന് വലിയ ഒരു ഉഷാറൊന്നുമില്ല. കാരണം നമ്മളെ കാണില്ല. അതാണ് നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുകയാണ്. 3ാമത്തെ റൗണ്ടായപ്പോൾ അവൾ തന്നെ ഇറങ്ങി. അടുത്തത് ശിവദേവ് കയറിയിരുന്നു. അവന് നമ്മളിതുപോലത്തെ ഒരു വണ്ടി വാങ്ങിച്ച് കൊടുത്താട്ടെ 2 വർഷം മുന്നേ. എന്നാലും അവിടെ ചെന്നാൽ ഇത് കാണുമ്പോൾ അതിൽ കയറിയിരിക്കണം. അത് തന്നെ അവനൊരു 3 റൗണ്ടൊന്നും ഫുള്ളാക്കിയിട്ടില്ല. ഇതായി ജീപ്പിൻ്റെ ഈ ഒരു മോഡൽ. ഈ മോഡലല്ല അവനുള്ളത്. അവിടെ കാണില്ല റെഡ്, അതാണ് കേട്ടോ. അതേ മോഡലാണ് ഇത്. അപ്പോൾ ഈ ഒരു ജീപ്പിൻ്റെ ഒരു ഭംഗി കണ്ടാവും അതിൽ കയറിക്കുന്നത്. 3 റൗണ്ടൊന്നും ഫുള്ളാക്കിയിട്ടില്ല. ഒരു റൗണ്ടിനായപ്പോഴേക്കിന് നമ്മൾ ഇറങ്ങി നേരെ പോയി. എന്നിട്ട് നേരെ അവന് കളിക്കാനുള്ളതിൽ പോകണം. ഗെയിം കളിക്കാനാണ്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണില്ല, അതും കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. അതിൽ കയറിയിട്ടില്ല. അവൻ്റെ ഒരു ഏരിയ ഉണ്ട് ഗെയിം കളിക്കാൻ. ഇതാണ് മെയിൻ സ്ഥലം അവൻ്റെ ഗെയിം. ഇവിടെ ഇഷ്ടം പോലെ ഗെയിമുണ്ട്. അവിടെ എത്തി തുള്ളിച്ചാടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിലേക്ക് പോകുന്നു. അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ മുന്നേ വന്നതുകൊണ്ട് നമുക്കൊരു കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മളിങ്ങനെ ഫോണിൽ റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീചാർജ് ആയിട്ട് കിട്ടും. ആ കാർഡ് ATM കാർഡിൻ്റെ പോലത്തെ ഒരു കാർഡാണ്, ചെറിയൊരു കാർഡ്. അത് റീചാർജ് ചെയ്യാൻ പോകണം കാശ് കൊടുത്തിട്ട്. നമുക്ക് എത്ര കാശ് വേണമെങ്കിലും കയറ്റാട്ടോ. 1000 രൂപ വേണമെങ്കിൽ 1000, 2000, 500 എത്രയുള്ള വെച്ചാൽ അതിനനുസരിച്ച് കൊടുത്താൽ മതി. അത് നമുക്ക് റീചാർജ് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മുടെ ഓരോ ഗെയിം കളിക്കുമ്പോഴും അവിടെ അതിങ്ങനെ കാണിച്ചാൽ മതി. ചെറിയൊരു സ്ക്വയർ പോലത്തെ ഒരു സംഭവം കാണാം അതിൻ്റെ താഴെ തന്നെ, ഏതെങ്കിലും ഒരു സൈഡിലുണ്ടാവും. അവിടെ ആ കാർഡ് കാണിച്ച് കൊടുത്താൽ നമുക്ക് അവിടെ ഇരുന്ന് കളിക്കാം കേട്ടോ. അങ്ങനെ ഇത് കുറച്ചൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഇവിടേക്കാണ് എന്തൊക്കെ ഗെയിമുകളുള്ളത് എന്നുള്ളത്. എല്ലാം ഒന്നും ഒരു വീഡിയോയിലൊന്നും എടുക്കാൻ കഴിയില്ല. നിൽക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട് ഗെയിമുകൾ. ഒരുപാടുണ്ട്. അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. കാർഡ് കിട്ടി കഴിഞ്ഞാൽ അവന് തന്നെ പോയിരുന്ന് കളിച്ചോളും. കാശ് കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ഓരോ സമയം വരെ കളിക്കാൻ പറ്റുള്ളൂ. കണ്ട നമുക്കത് കാർഡിൽ എത്ര ബാലൻസ് ഉള്ളത് എന്നുള്ളത് അതിൻ്റെ താഴെ എഴുതി കാണിക്കരുത്. എല്ലാ ലെറ്ററിലും നമ്മളെ കാർഡിൽ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളത് കേട്ടോ.
ആദ്യം സഞ്ചിട്ടൊന്ന് കാണിച്ചു കൊടുത്തു. അത് കഴിയുമ്പോൾ തന്നെ ഇരുന്ന് കളിച്ചോളൂ. അത് ഫസ്റ്റ് 1-2 ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ ലച്ചുമോള് കരച്ചിൽ തുടങ്ങി. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നേരെ ഫീഡിങ് റൂമിലോട്ട് പോകട്ടെ. എല്ലാ ഫ്ലോറിലും ഉണ്ട് കേട്ടോ ഫീഡിങ് റൂം. നമ്മളിവിടെ കയറിയിട്ട് അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇറങ്ങി നമ്മൾ ഇതിലേക്ക് കയറാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ നമ്മൾ റോബോട്ടിനൊക്കെ കാണാം കേട്ടോ. ഇവർ 2 പേരും കാണാല്ലേ, ഞാൻ തപ്പി നടക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ കാണും. ഏത് ഗെയിമൊക്കെ കളിച്ചതെന്ന് അറിയില്ലേ. അതേ അച്ഛനും മോനായിട്ടുണ്ട്. അവന് ഇഷ്ടമുള്ളൊരു ഗെയിമാണ് കേട്ടോ ഇത്. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ഒരു ഷോ സിറ്റി കേട്ടോ. ഇതിലേക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ ശിവദേവൊക്കെ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഗെയിം ഉണ്ട് കേട്ടോ. ഈ ഗെയിം ഇത് സാധാരണ അവന് കളിക്കാറൊന്നുമില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും അവനെ നോക്കി നിൽക്കും. എല്ലാ തവണ വരുമ്പോഴും ഈ ഗെയിം ഞാനാട്ടാ അവിടെ നിൽക്കാറ്, ഞാനാണ് കളിക്കാറ്. അതെ, ആ ശിവദേവ് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നിട്ട് കളിക്കാറ് കേട്ടോ. സനീഷേട്ടൻ എല്ലാ തവണയും നമ്മൾ തോൽപ്പിക്കും, അത് വേറെ കാര്യം. ഇപ്പം അവനെടുക്കുന്ന ഒരു യെല്ലോ സംഭവം കണ്ടില്ലേ, അത് നമ്മൾ കാശ് താഴ്ത്തുമ്പോൾ മാത്രമേ അതിന് താഴെ വീഴുള്ളൂ കേട്ടോ. ടൈം കഴിയുമ്പോൾ അത് അതിനുള്ളിൽ തന്നെ ടോക്കാകും. അങ്ങനെയാണ്. ഈ തവണ അവന് ഹൈറ്റ് എത്തുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കാലെത്തിച്ചാലും അല്ലെങ്കിൽ എല്ലാ തവണ വരുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, വെറുതെ ഒന്ന് നോക്കും. പക്ഷെ വേണ്ട, ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കളിക്കില്ല. അപ്പം ഞാനാണ് കളിക്കാറ്. അവനൊരു പോയിന്റ് കിട്ടിയപ്പോൾ അവന് സമാധാനമായിട്ട് ഇനി അമ്മ കളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും കുറച്ച് സമയം ഉണ്ടായിരുന്നു അത് തീരാനായിട്ട്. അപ്പം ഞാൻ കയറി നിന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും അവൻ ആ കാറിൻ്റെ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. കാറിൻ്റെ ഗെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ തവണ ഇരുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് കേട്ടോ. പക്ഷെ അതിന് അതിന് ഹൈറ്റ് എത്തുന്നില്ല. അപ്പോൾ അച്ഛനെ കയറ്റിയെടുത്തിട്ട് മടിയിൽ കയറിയിരിക്കുന്നു. സാധാ കാർ ഓടിക്കണ അത്രയൊരു സുഖമൊന്നുമില്ല കേട്ടോ ഈ ഗെയിം കളിക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് നമ്മുടെ ലച്ചുമോൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. നമ്മുടെ ഹിറ്റാച്ചി മോഡലൊരു ഗെയിം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറേ മിഠായികളുണ്ട്. ഓരോ ഹിറ്റാച്ചിൻ്റെ കയ്യിൻ്റെ അവിടെയും കണ്ടില്ലേ, ഇപ്പുറത്ത് അത് തിരിക്കാനുള്ളൊരു സംഭവം, പിന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അതിൻ്റെ റൗണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരൊറ്റ പ്രാവശ്യം നമുക്ക് ആ കൈ കൊണ്ട് ഇങ്ങനെ മിഠായി കോരി എടുക്കാൻ പറ്റുള്ളൂ. കോരി എടുത്തിട്ട് ആ ചെറിയ റൗണ്ടിലേക്ക് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് ഇത് താഴെ വരും ആ മിഠായി. നമുക്കൊരു 4 മിഠായി കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം. അതിൽ ഒരെണ്ണം ലച്ചുമോൾക്ക് എടുത്ത് കൊടുത്തപ്പോൾ ആൾക്ക് സന്തോഷമായി. അവൾ വിശപ്പൊക്കെ മാറിയപ്പോൾ അത് ഇറങ്ങി നടന്ന് തുടങ്ങിയിട്ടാ. എല്ലായിടത്തും നല്ല ലൈറ്റുകളാണ്, കളർഫുൾ ലൈറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എല്ലായിടത്തും നോക്കി നടക്കണം. അവിടെ കുറച്ച് ബോൾസും ടെഡി ബെയറുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ പോയി നോക്കി മിഠായിക്ക് തിന്ന് നടക്കുകയാണ്, ലാവിഷായി നടക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു ഉച്ച സമയമാണിത്, അതുകൊണ്ട് അത്ര വലിയ തിരക്കില്ല. ഇതൊരു സൺഡേ തന്നെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ
അല്ലെങ്കിൽ സാധാരണ വൈകുന്നേരത്തൊക്കെ നല്ല ഒരു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ ഈ തവണ പോയപ്പോൾ അത്ര വലിയ തിരക്കൊന്നുമില്ല. ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഈ ബോളിടുന്ന ഗെയിമാട്ടാ. 2-3 തവണയൊക്കെ നമ്മൾ ആ ബോൾ അതിൽ ഇടുമ്പോൾ ആ ബോളിടുന്ന ആ സംഭവം ഉണ്ടല്ലോ, എനിക്ക് പേരൊക്കെ ഒന്നും അറിയില്ല പറയാം, അത് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ആ കൊട്ടയുണ്ടല്ലോ, കൊട്ട അതെന്തേ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴെ കണ്ട അത് ഹൈ സ്കോറാട്ടോ. ആ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഹൈ സ്കോറാന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ മറികടന്ന് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ കാർഡുകൾ വരും കേട്ടോ. 4 പോലെ കുറേ വരും. അതൊക്കെ അതിൻ്റെ പോയിന്റുകളാണ്. നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് ഇത് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇതേപോലെ അതിലേക്ക് പോയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കാർഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻ്റൊക്കെ നമ്മൾ ഈ കാർഡിലേക്ക് കയറും. ഇത് കുറച്ച് കൂടി ഉണ്ട് കേട്ടോ. അത് അവിടുത്തെ ചേച്ചിമാർ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്, നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. ഈ പോയിൻ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്കവിടെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. റിസപ്ഷൻ ഇല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ടോയ്സുകളുണ്ട്. അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഏതാ വേണ്ടതെന്നല്ല, ഇപ്പോൾ 500 പോയിൻറ്റിന് ഇത്ര ഐറ്റംസുകളുണ്ട്, 1000 പോയിൻറ്റിന് ഇത്ര ഐറ്റംസുകളുണ്ട്, 100 പോയിൻറ്റിന് ഇത്ര ഐറ്റംസ്, അതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ നമ്മൾക്ക് എത്ര പോയിൻ്റാണോ അതിനനുസരിച്ച് നമുക്ക് ഇന്ന് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് ആ കാർഡിനകത്ത് ഇനിയിപ്പോൾ അടുത്ത തവണ വരുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ പിന്നത്തെ തവണ 1000 വരെ പോയിൻ്റ് ആവണം, അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യും, എന്നിട്ട് എടുത്താൽ മതി. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. നമ്മളിതുവരെ എടുത്തിട്ടില്ല, പോയിൻ്റ് നോക്കിയിട്ട് അവിടെ ഒന്നും എടുത്തിട്ടില്ല. ഇത് അടുത്ത് നമ്മൾ ഈ പഞ്ഞിമിഠായിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, അതിൽക്കാണ് അവൻ്റെ കണ്ണ് കേട്ടോ. അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കാണാനായിട്ട് വേറെ 2 പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിട്ടാണ് കാണാനായിട്ട്. കാണാൻ നല്ല രസം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വലിയൊരു മിഠായി ആവട്ടെ. ഞാൻ വീഡിയോ ഒന്ന് കുറച്ച് സ്പീഡാക്കിയതാണ്. അതിൻ്റെ അപ്പുറം തന്നെ ചെറിയ റൂമുണ്ട്, അതിൽ വരും കേട്ടോ നമ്മൾ മിഠായി. ഇനി ആ ഗ്ലാസ് പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം മിഠായിയുടെ. ഇത് ഗ്ലാസ് പൊന്തി അപ്പോൾ അവിടുത്തെ ചേച്ചിമാരെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അതിന് ഒരു ചെറിയ പീസ് എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നമുക്കിത് വയറൊക്കെ നിറഞ്ഞപ്പോൾ വീണ്ടും ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാനൊരു ഗെയിം കളിക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റാവുന്നൊരു ഗെയിം ഇതാണ്. കളിക്കാമെന്ന് വിചാരിച്ച് എനിക്കിങ്ങനെ ഹൈ സ്കോറൊന്നും മറികടക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഒരു 3-4 പോയിൻ്റൊക്കെ അപ്പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ശരി, നെക്സ്റ്റ് ഒരു ഗണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു 4 ഗണ്ണം കണ്ടിട്ടുണ്ട്. ഈ 4 എണ്ണത്തിലും സെപ്പറേറ്റ് കാശ് കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ. എല്ലാ തവണ വരുമ്പോൾ ഒരു ചെറിയ ഗണ്ണെടുത്തിട്ടാണ് എടുക്കാറ്. ഇത് ഇന്ന് വലിയൊരു ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിലെന്തോ കളിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങി ഉച്ചയായി. അവിടെ നിന്ന് കളിച്ചപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ റോബോട്ടിനെ കണ്ട് കുറച്ച് നേരം അതിനെ നോക്കി നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകട്ടോ. ആ ഫ്ലോറിൽ തന്നെ ഉണ്ട്. കുറച്ചും കൂടി നിന്ന് കഴിഞ്ഞത് ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അതുണ്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ KFCയുടെ വേറെ ഉണ്ട്, പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ഇത് തന്നെയാണ്. ഇതാണ് കുറച്ച് വലിയ മെയിൻ ഏരിയ ഫുഡ് കഴിക്കാനുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ സംഭവമുണ്ട്. ഇത് നമ്മൾ നേരെ കൈ കഴുകാനായിട്ട് പോവാണ്.
കൈ കഴുകാൻ പോയപ്പോഴത്തേ അവന് വെറുതെ ഒന്ന് കൈ കാണിച്ചപ്പോഴേ വെള്ളം വന്നപ്പോൾ ഇതെന്താകുമ്പോൾ ഇങ്ങനെ സംഭവം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം ശിവദേവ്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ പോന്നു. അപ്പോഴാണ് വീഡിയോ എടുക്കാൻ മറന്നു പോയത്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇതിലെല്ലാം കൂടി കിട്ടില്ല. നമ്മൾ പോകുന്നൊരു ഏരിയയിലേക്ക് മാത്രം എടുത്തിട്ടുണ്ടോ. ഇവിടെ ഇന്ന് വലിയൊരു തിരക്കൊന്നുമില്ല കേട്ടോ. സനിച്ചേട്ടൻ നേരെ പോയത് പിസ്സ വേണമെന്ന് ചോദിച്ചിട്ടാട്ടോ. ഞാൻ പിസ്സ വാങ്ങിച്ചിട്ടില്ല. സനിച്ചേട്ടന് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വലിയ ഐറ്റംസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ കാലത്ത് ചപ്പാത്തിയൊക്കെ കഴിച്ച് വന്നുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ പോയി നോക്കിയത് നല്ല ഭംഗിയുണ്ട് കാണാൻ പോയിട്ട്. പക്ഷെ ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ, പറഞ്ഞുതരാം. നമ്മളെ കുറച്ച് നാടൻ ഐറ്റംസ് കൂടെ കണ്ടപ്പോൾ നോക്കിയത്. അപ്പോൾ ഇത് ചട്ടിച്ചോറ്. അപ്പോൾ വീഡിയോ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിച്ചോറ് വാങ്ങിച്ചു. കണി വാങ്ങിച്ചു കേട്ടോ. കണി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ മതി. ചട്ടിച്ചോറ് വാങ്ങിച്ച് ഞാനത് വാങ്ങിക്കാൻ പോയപ്പോൾ വെച്ചു. ഞാൻ ഫോൺ വെച്ചെടുത്തിട്ട് ആണ് പോയിട്ട് വാങ്ങിയിട്ട് വന്നത് കേട്ടോ. സനീചേട്ടൻ ആ നേരം കൊണ്ട് നമ്മുടെ സിനിമയ്ക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോയി. ഇവർ 2 പേരും ഈ മാളിൽ നിന്ന് ഇത്ര ആൾക്കാരാണ് കേട്ടോ. ഞാൻ ഈ ചട്ടിച്ചോറ് കൊണ്ടൊക്കെ വന്നു. ഇവിടെ വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ കറികളാണ്. കറികളെ കൊണ്ട് ചട്ടി നിറഞ്ഞു പോയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. കറി നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് ഈ കറികളൊക്കെ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. വലിയ ടേസ്റ്റൊന്നുമില്ല. അവരിത് പിസ്സ കഴിക്കണോ, ശിവദേവിന് പൂരി മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. അവന് അത് ഒരെണ്ണം കഴിച്ചുള്ളൂ, 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞ് നേരെ സിനിമയ്ക്ക് കയറാൻ നിൽക്കണം. ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഞങ്ങൾ നേരത്തെ സിനിമ കാണാൻ കയറി. ഞങ്ങളായിട്ടായിട്ട് ലാസ്റ്റ് കയറിയത്. എല്ലാവരും കയറുന്ന ഇങ്ങനെ നോക്കിയിരുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ തുടങ്ങി. അവിടെ ചെന്ന് സീറ്റിലൊന്ന് ഇരുന്നപ്പോഴാണ് നോക്കുന്നത്. സിനിമ തുടങ്ങിയിട്ടില്ല. പരസ്യങ്ങൾ കാണിക്കായിരുന്നു. അതിൽ നമ്മുടെ കങ്കുവയുടെ ട്രയൽ കണ്ടപ്പോൾ ശിവദേവ് വിചാരിച്ചു ഇതാണ് സിനിമ. അവൻ ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സിനിമ തുടങ്ങിയപ്പോഴാണ് അമ്മ അതെന്താ മറ്റേ സിനിമ വരാത്തത്, അതെന്താ കഴിഞ്ഞത്, ഈ സിനിമ വേണ്ടത് പൊട്ട സിനിമയെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് ആൾ. എന്തായാലും ഒരു ഇതൊക്കെ പറഞ്ഞു ഒതുക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അത് ലച്ചുമോള് സിനിമ തുടങ്ങിയപ്പോൾ ഉറങ്ങിയതാട്ടാ. അത് കഴിഞ്ഞ് കറക്റ്റ് ഇൻ്റർവെല്ലിൻ്റെ സമയമായപ്പോൾ അവൾ എണീറ്റ് അവർ പുറത്ത് പോയിട്ട് എന്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവളും മടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി സ്റ്റെപ്പുമ്മ കയറുകയാണ്. ഒതുങ്ങിയിരിക്കണില്ല. സ്റ്റെപ്പുമ്മളിൽ ലൈറ്റ് കണ്ടിട്ടാണ്. അപ്പോൾ ഇവർ വരുന്നുണ്ട്, എന്തൊക്കെയോ വാങ്ങിച്ചിട്ടാണ് പറഞ്ഞത്. വന്നിട്ടാ ഇവർക്ക് മാഷ്മെല്ലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 2 പേരും അതിനുള്ള അടിയാണ് കേട്ടോ. അവന് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് കണ്ട് അതെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇനി പുറത്തുള്ളൊരു ചെറിയൊരു വ്യൂവും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി. ആ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ എത്തുട്ടോ. പക്ഷെ ഞാനത് വീണ്ടും വീഡിയോ എടുക്കാൻ മറന്നു. അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് അതിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നല്ല രസമാണ്. നല്ല വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വൈകുന്നേരത്ത് വന്നിരിക്കുന്ന നല്ല സുഖം കേട്ടോ. ബാക്കിൽ ചെറിയൊരു കായൽ പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾക്കുള്ള ഗെയിമുകൾ. ഇത് കണ്ടപ്പോൾ അവന് ഇതിലും കയറിയിരിക്കണം. ജസ്റ്റ് ബാക്ക് സൈഡ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. ഇത് കണ്ടപ്പോൾ അവന് ഇതിൽ കയറിയിരിക്കാം.
അങ്ങനെ ഇതിൽ കയറുന്നു. ആദ്യമൊക്കെ ഇതിൽ കയറിയിട്ടാണ് എല്ലാ കുട്ടികളും കയറിയിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവനും കയറിയപ്പോൾ അവർ കയറിയപ്പോൾ ലച്ചുമോള് നമ്മൾ ഒക്കത്ത് ഒതുങ്ങി നിൽക്കണമെങ്കിൽ അവളും ഇറങ്ങി അവൾക്ക് അതിൽ കയറാനുള്ള ആഗ്രഹം തുടങ്ങിട്ടാ. ഇതിലെങ്ങനെയെങ്കിലും കയറാൻ പറ്റും നോക്കണുള്ളൂ. അങ്ങനെ അവളെയും ഒരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം പതുക്കെ ഓടിച്ചാൽ മതിയിടാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കയറി ഇരുന്നപ്പോൾ തന്നെ അവനൊരു വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇറങ്ങാൻ പേടിയാവുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനിത് എങ്ങനെ ചെയ്യണ്ടേന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് സെറ്റായിട്ടാ. പിന്നെ ഓടിച്ചു തുടങ്ങി. പിന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ 2 പേർക്കും വലിയ താല്പര്യമില്ല. നല്ല ഇഷ്ടമായി ലച്ചുമോൾക്കയിൽ കയറുന്നപ്പോൾ. എടുക്കാനൊക്കെ നോക്കി, അവൾക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. വീണ്ടും കുറച്ച് നേരം കൂടി ഇരുത്തിയിട്ടാ എടുത്തിട്ട് ആ വെള്ളത്തിൽ ഉള്ളതും തന്നെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, എത്ര വേണേലും ഇരിക്കാം. ഇതിലും അങ്ങനെ തന്നെയാണെന്നു. അപ്പം അങ്ങനെ രണ്ടിനും കാശൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി വീണ്ടും മാളിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങാം എന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ സനീഷേട്ടനെ കാണാനില്ല. ആളപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെ അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഷോപ്പുണ്ട്, അതിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. സമയം കുറേ ആയി, വൈകുന്നേരമായി. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി വണ്ടിയിൽ കയറി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സമയം 6 മണിയായി ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.